ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 87-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൻ നിസായിലെ 52 തുടങ്ങി 59 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് വേദക്കാരെ കുറിച്ചിട്ടായിരുന്നു അല്ലേ? അള്ളാഹു എന്തായിരുന്നു പറഞ്ഞത്? വേദക്കാർ, മദീനയിലുള്ള ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കരാർ നിലനിൽക്കെ തന്നെ അവർ മക്കയിലുള്ള മുശ്രിക്കുകളുമായി ഒരു രഹസ്യ കരാർ ഉണ്ടാക്കാൻ പോയി. അതിൻ്റെ കാര്യം എന്തായിരുന്നു? ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീനയിൽ നിന്നപ്പോൾ ഇവരൊരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്താണ്? നമ്മളൊരു രാഷ്ട്രം പോലെ നമ്മൾ ഒന്നാണ്. നമ്മളെ മദീനക്കാരെ ആരെങ്കിലും ശത്രുക്കൾ നേരിടാൻ വന്നാൽ നമ്മൾ ഒറ്റക്കെട്ടായി തിരിച്ച് അവരോട് നേരിടും എന്നൊക്കെ പറഞ്ഞിട്ടൊരു കരാറുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ അവർ കരാറ് ചെയ്തത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവിടുത്തെ നേതാവ് അല്ലേ? അവർ മനസ്സുകൊണ്ട് അത്ര പൂർണ്ണ തൃപ്തിയോടുകൂടിയൊന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേനെ നേതാവായിട്ട് അംഗീകരിച്ചത്. അപ്പോൾ ഇവരുടെ ഉള്ളിൽ ആ ഒരു അസൂയ എപ്പോഴും ഉണ്ട്. നമുക്ക് ഖുർആനിൽ നമ്മൾ അൽ ബഖറ തുടങ്ങി മനസ്സിലാക്കിയതാണല്ലേ അവരെ പറ്റിയിട്ട്. എന്നിട്ട് ഉഹദ് യുദ്ധ സമയത്ത് മുസ്ലിങ്ങൾക്ക് പരാജയം നേരിട്ടു. പക്ഷേ പരാജയപ്പെട്ടെങ്കിൽ കൂടിയിട്ടും ഇസ്ലാമിൻ്റെ പ്രതാപം ദിനേന വർദ്ധിച്ചു വരുന്നത് കണ്ടപ്പോൾ ഇവർക്ക് അത്ര അങ്ങോട്ട് സഹിച്ചില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു? മക്കയിലുള്ള മുശ്രിക്കുകളായിട്ട് ഒരു രഹസ്യ കരാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങോട്ട് പോയത്. ജൂത പണ്ഡിതന്മാരായ കഅബ് ഇബ്നു അഷ്റഫും ഹയ്യ് ഇബ്നു അഖ്തബും കൂടിയിട്ട് ഖുറൈശികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു മുസ്ലിങ്ങൾക്കെതിരെ ഒരു സഖ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മക്കയിലേക്ക് പോയി. ഇവരുടെ കൂടെ 70ഓളം ആളുകളും ഉണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇവർ ചോദിച്ചു, ഖുറൈശികൾ ചോദിച്ചു, നിങ്ങളും വേദക്കാരല്ലേ? നിങ്ങൾക്ക് വേദം നൽകപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ അറബികൾക്ക് വേദവും ഇല്ല, ഒന്നുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ നിങ്ങൾ പറയുന്ന ആശയങ്ങളുമായിട്ട് യോജിച്ച് പോണ ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂട്ടുകൂടാൻ നല്ലത്, ഞങ്ങളെക്കാളും നല്ലത് മുഹമ്മദും അനുയായികളും അല്ലേ എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ചോദിക്കണത്. ഞങ്ങൾ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കും എന്ന് ചോദിച്ചപ്പോൾ ഇവർ ചോദിച്ചു, ഈ ജൂത പണ്ഡിതന്മാർ ചോദിച്ചു, നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കുടുംബബന്ധം പാലിക്കാറുണ്ട്, ഹാജിമാർക്ക് വേണ്ട സേവനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്, ഇവർ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കുക, അങ്ങനത്തെ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ആളുകളാണ്, കഅബ ശുശ്രൂഷിക്കുന്ന ഇവരാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവരോട് ചോദിച്ചു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് പറഞ്ഞതാണ്, കുടുംബത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുക, പൂർവികന്മാരുടെ ദൈവങ്ങളെയൊക്കെ ആക്ഷേപിച്ച് പറയുക, ഇതൊക്കെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറയുകയാണ്, എന്ത്? ഇപ്പം മനസ്സിലായി, അവരേലും മുഹമ്മദിനെക്കാട്ടും നല്ലത് നിങ്ങളാണെന്ന്. അതായത് സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളെക്കാളും നല്ലത് നിങ്ങൾ മുശ്രിക്കുകളാണ് എന്ന് ഇവർ പറഞ്ഞു. ഈ ജൂതന്മാർ എന്നിട്ട് ഈ ഖുറൈശികളെ തൃപ്തിപ്പെടുത്താനായിട്ട് ഈ വിഗ്രഹങ്ങൾക്ക് സുജൂദ് ചെയ്യുകയുണ്ടായിട്ടുണ്ടെന്ന് ചില റിവായത്തുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് അള്ളാഹു പറയണത്. ഇവർക്ക് വേദഗ്രന്ഥമൊക്കെ നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇവർ ജിബ്തിനെയും താഗൂത്തിനെയൊക്കെയാണ് വിശ്വസിക്കുന്നത്. അവിശ്വാസികളെ കുറിച്ച്, ഈ ഖുറൈശികളെ കുറിച്ചിട്ട് ഇവർ പറയണത് എന്താണ്? ഇവരാണ് സത്യവിശ്വാസികളെക്കാൾ നല്ല ആൾക്കാരെന്നാണ് പറയണത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഇനി വരുന്ന പേജിലുള്ളത്. അപ്പം ഇനി അള്ളാഹു പറയണത് എന്താണെന്ന് വെച്ചാൽ, ഇക്കൂട്ടരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന്. ആരെ? ഈ വേദം നൽകപ്പെട്ട ആളുകളെ, അതായത് ജൂതന്മാരെ കുറിച്ചിട്ടാണ് പറയണത്. അപ്പം അങ്ങനെ അള്ളാഹു ശപിച്ച ഒരാൾക്ക് ആരെങ്കിലും സഹായിയായിട്ട് ഉണ്ടാവുമോ എന്നാണ് അള്ളാഹു ചോദിക്കണത്. നമുക്ക് ആയത്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹ് വമൻ യൽഅനില്ലാഹു ഫലൻ തജിദ ലഹു നസീറാ. ഉലായിക്ക, അക്കൂട്ടർ ആരാണ്? ഈ ജൂതന്മാർ അല്ലെങ്കിൽ വേദക്കാര്. അല്ലദീന, യാതൊരു കൂട്ടരാണ്. ലഅനഹുമുല്ലാ, ലഅനത്ത് എന്താണ്? ശാപം. അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഇനി അള്ളാഹു പറയാണ്, വമൻ യൽഅനില്ലാഹു, ആരെയെങ്കിലും അള്ളാഹു ശപിക്കുന്നതായാൽ ഫലൻ തജിദ, വജദ എന്നുള്ള വാക്കാണ്. വജദ എന്ന് വെച്ചാൽ കണ്ടു. അപ്പം തജിദ, അങ്ങനെയുള്ള ഒരുവൻ കണ്ടെത്തുകയില്ല, ലഹു അവന്, നസീറ, ഒരു സഹായിയെയും. അള്ളാഹു ശപിച്ച ഒരാൾക്കും ഒരാളുടെ സഹായവും ഉണ്ടാവാൻ പോണില്ല എന്ന് അള്ളാഹു പറയാണ്. ഇനി അള്ളാഹു ഇവരുടെ വേറൊരു സ്വഭാവം പറയാണ് കേട്ടോ. ഈ ജൂതന്മാർക്ക് അല്ലെങ്കിൽ വേദക്കാർക്ക് അള്ളാഹു എന്തെങ്കിലും ഒരു അധികാരം കൊടുത്തു, ജനങ്ങൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള അധികാരം ഇവർക്ക് കിട്ടിയെങ്കിൽ ഇവർ ഒരിക്കലും
ജനങ്ങൾക്ക് ഒന്നും കൊടുക്കൂല എന്നാണ് പറയുന്നത്. അവരുടെ ആ പിശുക്ക സ്വഭാവമാണ് അള്ളാഹുവിടെ പറഞ്ഞു തരുന്നത്. ഈ ജൂതന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ധനമോഹവും പിശുക്കും അസൂയൊക്കെ ഉള്ള ആളുകളാണ്. ഈ ഖുർആൻ അവതരിക്കണ ഈ കാലത്ത് ഇവർക്ക് ഭൂമിയിൽ എവിടെ ഒരു ആധിപത്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്താണ് അള്ളാഹു പറയണത്, ഇവർക്ക് വല്ലൊരു അധികാരം കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവർ ജനങ്ങൾക്ക് ഒന്നും കൊടുക്കൂല, അതായത് ഒരു ഉപകാരവും ഇവർ ജനങ്ങൾക്ക് ചെയ്യൂല എന്നാണ് പറയണത്. ഇനി ഇവർക്ക് കിട്ടാത്ത വല്ല അനുഗ്രഹം വേറെ ആരെങ്കിലും കിട്ടിയത് കണ്ടാൽ ഇവർക്ക് അത് ഭയങ്കര അസൂയയും ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാത്തത്, അല്ലേ? അവരുടെ വംശത്തിൽ നിന്നുള്ളതല്ല പ്രവാചകൻ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാത്തത്. അവർക്ക് അറിയാണ്ടൊന്നല്ല ഇത് അള്ളാഹുവിൽ നിന്നുള്ള പ്രവാചകനാണെന്ന് അവർക്ക് അറിയുകയൊക്കെ ചെയ്യാം. പക്ഷേ അവരുടെ അസൂയ കൊണ്ടാണ് അവർ വിശ്വസിക്കാത്തത്. ആയത്ത് നോക്കാം. അം ലഹും, അല്ലെങ്കിൽ ലഹും അവർക്ക്, നസീബുൻ, നസീബ് എന്ന് വെച്ചാൽ ഓഹരി അല്ലെങ്കിൽ ഒരു അംശം എന്നൊക്കെ അർത്ഥം, മിനൽ മുൽക്ക് രാജാധികാരത്തിൽ നിന്നും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നും ഇവർക്ക് വല്ല അംശവും ഉണ്ടോ? ഫഇദല്ല, എന്നാൽ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ലാ യുതൂന അവർ നൽകുകയില്ല നാസ ജനങ്ങൾക്ക് നഖീറ, നഖീർ എന്ന് വെച്ചാൽ ഒരു അണുവോളവും. നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ ഒരു 3 ഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. അതിലൊരു ഭാഗമാണ് ഈ നഖീർ. നഖീർ എന്ന് പറഞ്ഞാൽ എന്താ? ഈത്തപ്പഴത്തിൻ്റെ ആ മോൾ ഭാഗത്ത് കാണുന്ന ചെറിയൊരു കുത്തു പോലത്തെ ഒരു കുഴി, അതിനെയാണ് നഖീർ എന്ന് പറയുന്നത്. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചെന്തായിരുന്നു? ഫത്തീല എന്നാണ് പഠിച്ചത് അല്ലേ? ഫത്തീല എന്ന് വെച്ചാൽ എന്തായിരുന്നു? ആ ഈത്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ ഒരു ചാലുണ്ട്, ആ ചാലിലുള്ള ഒരു നാരിനെയാണ് നമ്മൾ ഫത്തീല എന്ന് പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് നഖീറ. നഖീറ എന്ന് വെച്ചാൽ ഈത്തപ്പഴത്തിൻ്റെ ഏറ്റവും മോൾ ഭാഗത്തൊരു നമ്മൾ നോക്കിയാൽ കാണാം ഒരു ചെറിയൊരു കുഴി പോലത്തെ ഒരു സംഭവം കാണാം, അതിനെയാണ് പറയുന്നത്. അങ്ങനെ അത്ര തരിമ്പ് പോലും ഇവർ ഒരാൾക്കാർക്കൊന്നും കൊടുക്കൂല എന്നാണ് പറയണത്. പിന്നെ നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ കുരുവായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു വാക്കും കൂടി ഖുറാനിൽ പറഞ്ഞു, ഖിത്മീർ എന്ന് പറഞ്ഞു അല്ലേ? ഖിത്മീർ എന്ന് വെച്ചാൽ ഈ ഈത്തപ്പഴത്തിൻ്റെ അതിനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു ഉള്ളിത്തെലി പോലെയുള്ള ചെറിയൊരു നേരിയൊരു പാട, അതാണ് ഖിത്മീർ. അപ്പോൾ അത് 3 മനസ്സിലാക്കി വെക്കുക. അപ്പം അള്ളാഹു പറയണത് അത്ര ചെറിയ ഒരു അളവ് പോലും ഒരാൾക്കും ഉപകാരം ഇവർ ചെയ്യൂല, ഇവർക്ക് എന്തെങ്കിലും അധികാരം ഇവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്നാണ് പറയണത്. നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്ന കാര്യം കൂടിയാണല്ലേ അത്. ഇനി അള്ളാഹു ചോദിക്കാണ്, നിങ്ങൾക്ക് എന്താ അസൂയയാണോ? അള്ളാഹു വേറെ ആരെങ്കിലും ഒരു അനുഗ്രഹം ചെയ്ത് കൊടുത്തതിൽ നിങ്ങൾ എന്തിനാണ് ഈ അസൂയപ്പെടണത്? നിങ്ങൾക്ക് അസൂയയാണോ എന്നാണ് ചോദിക്കണേ. എന്നിട്ട് അള്ളാഹു അവിടെ പറയണെന്താ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ കുടുംബത്തിന് അള്ളാഹു വേദഗ്രന്ഥം കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ഹിക്മത്ത്, ഈ വേദഗ്രന്ഥം പ്രാവർത്തികമായി ജീവിതത്തിൽ നടപ്പിൽ വരുത്താനുള്ള ഹിക്മത്ത്, വിജ്ഞാനവും അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഈ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിൽ തന്നെ രാജാധിപത്യവും രാജാക്കന്മാരെ അള്ളാഹു കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയല്ലേ ഈ പ്രവാചകനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വന്നിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ 2 മക്കളിൽ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പരമ്പരയിലാണ് ആര് വന്നിട്ടുള്ളത്? ഇസ്രായേലിന് വന്നിട്ടുള്ളത് അല്ലേ? ഇസ്രായേൽ എന്ന് പറഞ്ഞത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെയാണ് പറയണത്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിൻ്റെ സന്താന പരമ്പരകളാണ് ഇസ്രായേലിയർ എന്ന് പറയണത്. അപ്പോൾ ഒരു പിതാവിൻ്റെ 2 മക്കളുടെ പരമ്പരയിലുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ പരമ്പരയിൽ ആകെ വന്നിട്ടുള്ള പ്രവാചകൻ പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ്. ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പരമ്പരയിൽ ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ടല്ലേ? അപ്പോൾ അവർക്കൊക്കെ അള്ളാഹു എന്ത് കൊടുത്തിട്ടുണ്ട്? രാജാക്കന്മാരുണ്ടായിരുന്നു. ആ പ്രവാചകന്മാരിൽ ആരൊക്കെയായിരുന്നു? യൂസഫ് നബി അലൈഹി സ്വലാം, പിന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാം, ദാവൂദ് നബി അലൈഹി സ്വലാം അല്ലേ? ഇവരൊക്കെ രാജാക്കന്മാരായിരുന്നു. അങ്ങനെ അള്ളാഹു അവർക്കൊക്കെ അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ഇത്രയും നാളും ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പരമ്പരയിലാണ് ഈ പ്രവാചകന്മാർ മുഴുവൻ വന്നിട്ടുള്ളത്. ഒരു പ്രാവശ്യം അത് മാറി ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ പരമ്പരയിൽ ഒരു പ്രവാചകൻ വന്നപ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് ഇത്ര കുശുമ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര അസൂയ വന്നത് എന്നാണ് അള്ളാഹു ചോദിക്കണത്. അം യഹ്സുദൂനന്നാസ, അതല്ല, ഹസദാൻ എന്താണ്? അസൂയ. യഹ്സുദൂനന്നാസ, നിങ്ങൾക്ക് മനുഷ്യരോട് നിങ്ങൾ അസൂയപ്പെടുകയാണോ? അലാമ ആതാഹുമുല്ലാഹു, അള്ളാഹു അവർക്ക് നൽകിയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ നൽകിയതിൻ്റെ മേൽ, മിൻ ഫളലി, അവൻ്റെ അനുഗ്രഹത്തിൽ നിന്നും, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നും അള്ളാഹു വേറൊരാൾക്ക് അല്ലെങ്കിൽ മറ്റു ജനങ്ങൾക്ക് അനുഗ്രഹം നൽകിയതിൻ്റെ പേരിൽ നിങ്ങൾ അസൂയപ്പെടുകയാണോ എന്നാണ് അള്ളാഹു ചോദിക്കണത്. എന്നാൽ നിങ്ങൾ ഒന്ന് ഓർത്തു നോക്ക്. വഖദ്, തീർച്ചയായും, ആത്തൈന, നാം നൽകിയിട്ടുണ്ട്, ആല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിന് എന്തൊക്കെ നൽകിയിട്ടുണ്ട്? അൽ കിതാബ്, വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്, വൽ ഹിക്മത്ത, വിജ്ഞാനം, ഈ വേദഗ്രന്ഥം അനുസരിച്ച് ജീവിക്കാനുള്ള ഹിക്മത്തും അതിനുള്ള വിജ്ഞാനവും നൽകിയിട്ടുണ്ട്. ആതൈനാഹും, അവർക്ക് നാം നൽകുകയും ചെയ്തു, മുൽക്കൻ അലീമ, വമ്പിച്ച രാജത്വം കൂടി ഞാൻ നൽകിയിട്ടുണ്ട് എന്ന് അള്ളാഹു അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ഇതൊക്കെ നൽകിയിട്ട് ഈ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പരമ്പരയിൽ വന്ന പ്രവാചകന്മാരെ മുഴുവൻ ഇവർ വിശ്വസിച്ചിട്ടുണ്ടോ?
ഇല്ല അല്ലെ. മൂസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ച ആളുകൾ ഈസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിക്കണില്ല അല്ലെ. അവർക്ക് മറ്റൊരു ജൂതന്മാരായി മാറി, ഇവർ ക്രിസ്ത്യാനികളായി മാറി. അപ്പം അള്ളാഹു പറയാണ്, ഈ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിന് ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ കുറച്ച് പേര് വിശ്വസിച്ചു, എന്നാൽ കുറച്ച് പേര് അതിൽ നിന്നും തിരിഞ്ഞു കളഞ്ഞവരാണ്. ആ തിരിഞ്ഞു കളഞ്ഞവർക്ക് എന്തുണ്ട്? കത്തിജ്വലിക്കുന്ന നരകം തന്നെ ഉണ്ട് എന്നാണ് അള്ളാഹു പറയണത് അടുത്ത ആയത്തിൽ. ഫമിൻഹും അവരിലുണ്ട്, ഇതൊക്കെ നൽകിയിട്ടും എന്നിട്ടും അവരിലുണ്ട്, മൻ ആമന ബിഹി അതിൽ വിശ്വസിച്ച ആളുകളുണ്ട്, ഫമിൻഹും അവരിലുണ്ട്, മൻ സ്വദ്ദാൻ അതിൽ നിന്നും തിരിഞ്ഞു കളഞ്ഞ ആളുകളും നിങ്ങളിലുണ്ട്. കഫ എന്ന് വെച്ചാൽ എന്താ? മതി, നിങ്ങൾക്ക് ഇത് തന്നെ മതി. എന്ത്? ബി ജഹന്നമ സഈറ, സഈർ എന്ന് വെച്ചാൽ കത്തിജ്വലിക്കുന്ന അഗ്നി, കത്തിജ്വലിക്കുന്ന അഗ്നിയായ ജഹന്നം നരകം തന്നെ മതി അവർക്ക് എന്നാണ് അള്ളാഹു പറയണത്. ഇനി അള്ളാഹു പറയണത്, അള്ളാഹു ഇത്രയും അനുഗ്രഹങ്ങളും ഒക്കെ നൽകിയിട്ട് അതിൽ അവിശ്വസിച്ച ആളുകളുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവിശ്വസിച്ച ആളുകൾക്ക് നരകത്തിൽ കിടക്കുമെന്ന് പറഞ്ഞു. ആ നരകത്തിൽ കിട്ടാൻ പോണ ശിക്ഷയാണ് പറയണത്. അവരുടെ തൊലികൾ വെന്തുരുകി പോകും തോറും അള്ളാഹു പുതിയ പുതിയ തൊലികളെ മാറ്റി മാറ്റി അവർക്ക് കൊടുക്കുന്നു. അവർ ശിക്ഷയെ ആസ്വദിക്കാൻ വേണ്ടിയാണത് എന്ന് പറഞ്ഞു. അതിൻ്റെ കാര്യം എന്താ? നമ്മുടെ ശരീരത്തിൽ തീയേൽക്കുമ്പോൾ അല്ലെങ്കിൽ പൊള്ളലേൽക്കുമ്പോൾ ഏറ്റവും വേദന അനുഭവിക്കുന്ന ഭാഗം ഏതാണ്? നമ്മളെ സ്കിന്നും അതിനോട് ചേർന്നുള്ള ഭാഗമാണ്. ആ സ്കിൻ അങ്ങോട്ട് കത്തിക്കഴിഞ്ഞാൽ പിന്നെ താഴത്തോട്ട് വരുമ്പോൾ നമുക്ക് വേദന ഇത്രയും ഉണ്ടാവില്ല. അപ്പോൾ വേദന അനുഭവിക്കുന്ന ഭാഗമാണ് ഈ തൊലിയും അതിനോട് ചേർന്നുള്ള ഭാഗം. അതുകൊണ്ട് അള്ളാഹു എന്താ നരകത്തിൽ ഈ തൊലീനെ തൊലി ഒരു പ്രാവശ്യം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പുതിയ തൊലി അള്ളാഹു തരുമെന്ന്. അങ്ങനെ മാറ്റി മാറ്റി പുതിയ പുതിയ തൊലികൾ തന്നുകൊണ്ടേയിരിക്കും എന്നാണ് അള്ളാഹു പറയണത്. അതെന്തിനു വേണ്ടിയാന്ന് പറഞ്ഞു? നിങ്ങൾ ശിക്ഷ ആസ്വദിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ആ വേദന നിങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണേന്നാണ് പറയണത്. ഇന്നല്ലദീന കഫറു നിശ്ചയമായും അവിശ്വസിച്ചവർ ബി ആയാത്തിന, ആയത്ത് എന്താണ്? ദൃഷ്ടാന്തം അല്ലെ. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആയത്തുകളെ അവിശ്വസിച്ച ആളുകൾ സൗഫാന്ന് വെച്ചാൽ എന്താ? വഴിയെ അല്ലെങ്കിൽ ഭാവിയിൽ യുസ്ലീഹിം അവർ കടന്നെരിയും. എവിടെ? നാറ നരകത്തിൽ കടന്നെരിയും. കുല്ലമാ നലിജത്ത്, നലിജാന്ന് വെച്ചാൽ വെന്തു ഒരുകുമ്പോഴും വെന്തു പോകുമ്പോഴും, ജുലൂദുഹും ജുലൂദ് തൊലികൾ, അവരുടെ തൊലികൾ വെന്തു പോകുമ്പോഴെല്ലാം ബദ്ദൽന, ബദൽന്ന് വെച്ചാൽ എന്താ? പകരം കൊടുക്കും അല്ലേ, അതെ പുതുത് കൊടുക്കും. ബദ്ദൽനാഹും നാം അവർക്ക് പകരമാക്കും, ജുലൂദൻ ഖൈറഹ വേറെ, ഇതിപ്പോൾ കത്തിപ്പോയതല്ലാണ്ട് വേറെ പുതിയ തൊലികളെ അവർക്ക് നാം പകരം നൽകും. എന്തിനു വേണ്ടി? ലി യദൂഖുൽ അദാബ്, ദാഖ അല്ലെങ്കിൽ ദൂഖു എന്നൊക്കെ വെച്ചാൽ ആസ്വദിച്ചു എന്നാണ്, രുചിച്ചു നോക്കൂ അല്ലെങ്കിൽ ആസ്വദിച്ചു എന്നൊക്കെയാണ്. അപ്പം അവർ ശിക്ഷയെ രുചിക്കാൻ വേണ്ടിയാണ് ഈ തൊലികളെ മാറ്റി മാറ്റി കൊടുക്കണതെന്നാണ് അള്ളാഹു പറയണത്. ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു കാന അസീസൻ ഹക്കീമ, അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞനുമാണ് എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞു തന്നെ. ഈ നരകത്തിലെ തീ എന്ന് പറയണത് നമ്മുടെ ഇഹലോകത്തെ തീയിനേക്കാളും 70 മടങ്ങ് ചൂടുള്ളതാണെന്നാണ് പറയണത്. അത്രക്ക് ചൂടുള്ളതായിട്ട് പോലും തൊലിയാണ് അള്ളാഹു മാറ്റി മാറ്റി തന്നെ, തൊലി കരിഞ്ഞു പോകുമ്പോൾ പുതിയ തൊലി തരും എന്നാണ് പറയണത്. അപ്പം എന്തിനാണത്? നിങ്ങൾ വേദന ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേദന അനുഭവിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അള്ളാഹു പറഞ്ഞത് അല്ലേ. അതിൻ്റെ കൂടുതൽ യുക്തിയൊന്നും നമുക്കറിയില്ല, എന്തുകൊണ്ടാണ് അതെങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്കിപ്പോൾ മനസ്സിലാവില്ല അല്ലേ. അപ്പം അള്ളാഹു ശിക്ഷയെക്കുറിച്ചിട്ട് ഏറ്റവും വ്യക്തമായി പറഞ്ഞുതരാണ്. നിങ്ങൾ ഇത് യഹൂദികൾക്ക് മാത്രമുള്ള ശിക്ഷയല്ല, ഇന്നല്ലദീന കഫറു എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ അവിശ്വസിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ വില വെക്കാണ്ട് ചിലവരുണ്ട്, എല്ലാം ശരിയാണ്, അള്ളാഹു ഉണ്ട്, ഒക്കെ വിശ്വസിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ഒന്നും ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റൂല. അങ്ങനത്തെ ആളുകളും ഈ കൂട്ടത്തിലാണ് പെടുക അല്ലേ. ധിക്കാരികളാണ്, എല്ലാം സത്യം അറിഞ്ഞിട്ടും അതിനെ അനുസരിക്കാത്തവരാരാണ്? ഫാസിക്കാണ്, തോന്നിയ വാസിയാണെന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. പിന്നുള്ളത് കാഫിറാണല്ലേ. കാഫിർ ആരാണ്? അവിശ്വാസി. എന്തൊക്കെ തന്നെ തെളിവുകൾ കൊടുത്താലും വിശ്വസിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ആൾക്കാർ, വിശ്വാസമില്ലാത്ത ആളുകളാണ് കാഫിർ. അപ്പോൾ ഈ കാഫിറാണെങ്കിലും ഫാസിഖാണെങ്കിലും ഒക്കെ എവിടെയാണ്? നരകത്തിൽ തന്നെയാണ്. അള്ളാഹുവിനെ ധിക്കരിച്ച ആളുകളാണല്ലേ. അപ്പം അള്ളാഹുവിൻ്റെ ആയത്തുകളെ വിശ്വസിക്കാണ്ട് അല്ലെങ്കിൽ അതിനെ വില വെക്കാത്ത ആളുകൾക്ക് ഉള്ള ശിക്ഷയാണ് അള്ളാഹുവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി അള്ളാഹു അതിൻ്റെ അടുത്ത് തന്നെ എപ്പോൾ നരകത്തിനെ കുറിച്ച് അള്ളാഹു പറയുമ്പോഴും അവിടെ ഒരു ആശ്വാസം പറഞ്ഞുതരും, സ്വർഗ്ഗം. അപ്പം നിങ്ങൾക്ക് ഇതേ ഇന്ന 2 സ്ഥലങ്ങളുണ്ട്, സ്വർഗ്ഗമുണ്ട് നരകമുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാമെന്നാണ് അള്ളാഹു അവിടെ പറയണത് കേട്ടോ. അടുത്തത് അള്ളാഹു പറഞ്ഞത് സ്വർഗ്ഗവാസികൾക്ക് കിട്ടുന്ന സുഖം എന്തൊക്കെയാണെന്നാണ് പറയണത്. വല്ലദീന ആമനു വിശ്വസിച്ചാൽ മാത്രം പോരാ, അമിലുസ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ആ വിശ്വസിച്ചതനുസരിച്ച് അള്ളാഹു പറഞ്ഞ പോലെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്കുണ്ട് എന്തുണ്ട്? സനുദ്ഖിലുഹും വഴിയെ അവരെ നാം പ്രവേശിപ്പിക്കും. ദഖല എന്ന് വെച്ചാൽ പ്രവേശിച്ചു. വഴിയെ എന്ന് ഒരു വാക്കിന്റെ മുമ്പിൽ കണ്ട അതിന്റെ അർത്ഥം ഭാവിയിൽ വരാൻ പോണതാണ്.
സനുദ്ഖിലുഹും അവരെ നാം പ്രവേശിപ്പിക്കും ജന്നാത്ത് എന്താണ്, തോട്ടങ്ങളിൽ അല്ലെങ്കിൽ സ്വർഗങ്ങളിൽ അവരെ പ്രവേശിപ്പിക്കും. അതിൻ്റെ പ്രത്യേകത പറയാണ് തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിൻ്റെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്നതായിരിക്കും. ഖാലിദീന ഫീഹ അബദ, അവരവിടെ എന്നെന്നും നിത്യവാസികളായിരിക്കും. ആ സ്വർഗത്തിലോട്ട് അങ്ങോട്ട് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നമുക്കൊരു അവിടെ നിന്ന് മാറിപ്പോകേണ്ട ഒരു ആവശ്യം വരില്ല, നിങ്ങൾ അവിടെ നിത്യവാസികളായിരിക്കും എന്നാണ് അള്ളാഹു പറയണത്. ലഹും ഫീഹ, ഇനി അവർക്ക് അവിടെ എന്തൊക്കെ കിട്ടും ഈ സ്വർഗത്തിൽ? അസ്വാജും മുത്വഹറ, അസ്വാജ് എന്ന് വെച്ചാൽ ഇണകളുണ്ട്. മുത്വഹറ എന്ന് വെച്ചാൽ എന്താണ്, നല്ല പരിശുദ്ധരായ ഇണകൾ ഉണ്ടായിരിക്കും. ഇവിടെ ഒരിക്കലും അസ്വാജിന് ഭാര്യമാർ അല്ലെങ്കിൽ ഹൂറികൾ എന്നുള്ള അർത്ഥമില്ല. സാധാരണ എപ്പോഴും പറയണതൊക്കെ എങ്ങനെയാണ്, സ്വർഗത്തിൽ പോയാൽ കുറേ ഹൂറിമാരെ കിട്ടും, പുരുഷന്മാർക്ക് കിട്ടുന്ന കാര്യം മാത്രമാണ് പറയുക. പക്ഷെ ഇവിടെ അള്ളാഹു പറഞ്ഞ അസ്വാജ് എന്നാണ് പറഞ്ഞത്. അസ്വാജ് എന്ന് വെച്ചാൽ ഇണകൾ, പുരുഷന് സ്ത്രീയും ഉണ്ടാവും, സ്ത്രീക്ക് പുരുഷനും ഉണ്ടാവും. ഇവരെങ്ങനത്തെ ഇണകളായിരിക്കും? ഏറ്റവും പരിശുദ്ധരായിരിക്കും അല്ലേ. നമുക്കിപ്പോൾ ഇവിടെയുള്ള ഇണകളിൽ പല പല കുറവുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. അപ്പം അള്ളാഹു അങ്ങനത്തെ കുറവുകളൊന്നുമില്ലാത്ത, യാതൊരു കുറവുകളും ഇല്ലാത്ത ഇണകളെയാണ് നിങ്ങൾക്ക് അവിടെ ഒരുക്കി വെച്ചിരിക്കണേ എന്നാണ് അള്ളാഹു പറയണത്. വനുദ്ഖിലുഹും, അവരെ നാം പ്രവേശിപ്പിക്കും ലില്ലൻ വലീല, തണലേകുന്ന നിഴലിൽ. അതായത് ഏറ്റവും നല്ലൊരു അവസ്ഥയാണല്ലേ തണൽ, നല്ലൊരു തണലുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല സുഖമുള്ളൊരു അനുഭവമല്ലേ. അപ്പം അള്ളാഹു പറഞ്ഞ അങ്ങനെ ഏറ്റവും തണലേകുന്ന ഒരു സ്ഥലത്ത് അവരെ അള്ളാഹു പ്രവേശിപ്പിക്കുകയും ചെയ്യും. അപ്പം ഇവിടെ അസ്വാജും മുത്വഹറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉദ്ദേശിക്കണത് എന്താണ്? ഈ ഇഹത്തിലുള്ള ഇണകളെ മുഴുവൻ സ്വർഗത്തിൽ വരുമ്പോൾ പിരിച്ചു കളയും നല്ല ഉദ്ദേശിക്കണത്. നമ്മളിപ്പോൾ ഒരു മയ്യത്ത് നമസ്കാരത്തിൽ നമ്മുടെ പ്രാർത്ഥന എന്താണ്? ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇദ്ദേഹത്തെ ശുദ്ധിയാക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയണത് എന്താണ്? വ അബ്ദിൽഹു, പകരം നൽകണം. എന്ത്? ദാറൻ ഖൈറൻ മിൻ ദാരിഹി, അദ്ദേഹത്തിന് ഈ ഇഹത്തിലുള്ള വീടിനേക്കാളും നല്ല വീട് കൊടുക്കണേ. പിന്നെ ഈ ഇഹത്തിലുള്ള കുടുംബത്തെക്കാളും നല്ല കുടുംബത്തെ കൊടുക്കണേ. പിന്നെ പറയണത് എന്താണ്? ഈ ഇഹത്തിലുള്ള ആൾക്കുണ്ടായിരുന്ന ഇണയേക്കാൾ നല്ല ഒരു ഇണയെ അവിടെ പരലോകത്ത് കൊടുക്കണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കണേ അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ ചെല്ലുമ്പോൾ ഇവിടുത്തെ ഇപ്പം ഭാര്യയും ഭർത്താവും സ്വർഗത്തിലാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇവരിലുള്ള കുറവുകളൊക്കെ മാറ്റിയിട്ട് അവിടെ ഇണയായിട്ട് തന്നെ കൊടുക്കും. ഇനിയിപ്പോൾ അല്ല, ചിലപ്പോൾ രണ്ടുപേരും സ്വർഗത്തിൽ കടക്കണം എന്നില്ല അല്ലേ. അപ്പോൾ അള്ളാഹു അവർക്ക് എങ്ങനെയാണെങ്കിലും അവിടെ കൊടുക്കണത് പരിശുദ്ധരായ ഇണകളായിരിക്കും. അപ്പോൾ അള്ളാഹ് എപ്പോഴും മനസ്സിലാക്കുക, നമ്മളുടെ കുറവുകൾ, ഇപ്പം നമുക്ക് ഇഹത്തിൽ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടാവും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തോന്നുന്നുണ്ടാവും അല്ലേ, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ പോകണമായിരിക്കും. അപ്പോൾ അള്ളാഹു അവിടെ ചെല്ലുമ്പോൾ ഈ നമ്മുടെ കുറവുകളൊക്കെ മാറ്റി ഏറ്റവും ശുദ്ധീകരിച്ചുകൊണ്ട് അങ്ങനത്തെ ഇണകളാക്കി മാറ്റും എന്നാണ് പറയണത്. പിന്നെ പറഞ്ഞത് ലില്ലൻ വലീല അല്ലേ, തണലേകുന്ന നിഴലിൽ എന്ന് പറഞ്ഞു. അതായത് അവിടെ ഭയങ്കരമായ തണുപ്പ് അധികമായാലും നമുക്കൊരു സുഖം ഉണ്ടാവില്ല അല്ലേ, അല്ലെങ്കിൽ ചൂടായാലും സുഖം ഉണ്ടാവില്ല. അപ്പം ഇത് രണ്ടും അല്ലാത്ത, അധികം ഉഷ്ണമോ അല്ലെങ്കിൽ അധികം തണുപ്പോ ഇല്ലാത്ത, ഇതിൻ്റെ ഒന്നും ശല്യമൊന്നും ഇല്ലാത്ത സുഖകരമായ ഒരു തണുപ്പുള്ള ഒരു തണലാണ് അവിടെ ഉണ്ടാകുക എന്നാണ് അള്ളാഹു പറയണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു സ്വർഗത്തിലൊരു വൃക്ഷത്തെക്കുറിച്ചിട്ട്, എന്താണ്? അതിൻ്റെ തണല് ഒരു വാഹനക്കാരൻ 100 കൊല്ലം സഞ്ചരിച്ചാലും അത് മുറിച്ച് കടക്കാൻ പറ്റൂലെന്ന്. അത്രയും വിശാലമാണ് സ്വർഗം. വിശാലവും ഏറ്റവും സുഖകരവുമാണ് സ്വർഗം എന്ന് അള്ളാഹു വിവരിച്ചു തരികയാണ്. അടുത്ത ആയത്തിൽ അള്ളാഹു നമുക്കൊരു ഉപദേശം നൽകുകയാണ്. എന്താണ്? നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച സാധനങ്ങൾ, അതായത് അമാനത്തുകളെ നിങ്ങൾ അത് കൊടുത്തു വീട്ടണം. ഒരാൾ നമ്മൾ വിശ്വസിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്കായിക്കോട്ടെ, എന്താണെങ്കിലും അത് നിങ്ങൾ അതിന് കാത്തു സൂക്ഷിക്കണം. ആ വിശ്വസ്തത കാത്തു സൂക്ഷിക്കണം. ഇനി നിങ്ങളൊരു വിധികർത്താവാണ്, നിങ്ങൾ ആളുകൾക്കിടയിൽ ഒരു വിധി കൽപ്പിക്കേണ്ട ഒരു അവസരം വരികയാണെങ്കിൽ നിങ്ങൾ നീതി അനുസരിച്ചായിരിക്കണം അവിടെ വിധി കൽപ്പിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ഈ 2 കൽപ്പനകൾ നമ്മൾ നടപ്പാക്കിയാൽ തന്നെയാണ് സമൂഹത്തിൽ സമാധാനവും സൗഹൃദവും നീതിയും മര്യാദയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പം അതുകൊണ്ട് ഈ 2 കൽപ്പനകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നാണ് അള്ളാഹുവിടെ ഓർമ്മിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഈ അമാനത്ത് എന്ന് വെച്ചാൽ എന്താണ്? വിശ്വസ്തത എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഒരാൾ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കണ ഒരു സാധനം, ഒരു വസ്തു ആവട്ടെ, ഒരു വാക്കാവട്ടെ, എന്താണെങ്കിലും. അങ്ങനെ 3 തരത്തിൽ അമാനത്ത് ഉണ്ട് എന്നാണ് പറയണത്. ഒന്ന് മനുഷ്യനും റബ്ബും തമ്മിൽ അല്ലേ, നമ്മളും അള്ളാഹും തമ്മിലൊരു അമാനത്തുണ്ട്. എന്താ? നമ്മളിങ്ങോട്ട് അവിടെ നിന്നൊരു കരാറ് ഉറപ്പിച്ചിട്ടൊക്കെയാണ് ഇങ്ങോട്ട് വന്നേക്കണേന്നൊക്കെ നമ്മൾ സൂറത്തുൽ ബഖറയിൽ മനസ്സിലാക്കി. അള്ളാഹു നമ്മളെല്ലാവരും വിളിച്ചിട്ട് ചോദിച്ചു, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ് എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളൊക്കെ അനുസരിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കണത് അല്ലേ. അപ്പോൾ അതൊന്ന് നമ്മളും മനുഷ്യരും റബ്ബും തമ്മിലുള്ള ഒരു ഇടയിലുള്ള ഒരു അമാനത്തുണ്ട്.
ഈ പ്രവാചകന്മാർ മുഖേനയും വേദഗ്രന്ഥങ്ങൾ മുഖേനയൊക്കെ അള്ളാഹു നമ്മളെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലേ. അങ്ങനെ നമ്മൾ അള്ളാഹുമായിട്ടൊരു കരാറിലാണുള്ളത്. അപ്പോൾ അത് ഒന്നാമത്തത്. പിന്നെ മനുഷ്യനും തമ്മിലുള്ള അമാനത്ത്. നമ്മൾ ആരെങ്കിലും ഒരാൾ വിശ്വസിച്ചൊരു സാധനം ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ വിശ്വസിച്ചൊരു കാര്യം പറയുകയോ ഒക്കെ ചെയ്താൽ നമ്മൾ ആ വിശ്വസ്തത നിലനിർത്തണം എന്നുള്ളതാണ് രണ്ടാമത്തത്. പിന്നെന്താണ്? സ്വന്തം ദേഹത്തോട് പാലിക്കേണ്ട അമാനത്ത്. അതെന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഗുണമുള്ള കാര്യങ്ങൾ അതിനെയാണ് പറയുന്നത്. അല്ലാണ്ട് നമ്മളുടെ ശരീരത്തിനെ തന്നെ നശിപ്പിച്ച് കളയണ ഒരു രീതിയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവണത്. അപ്പോൾ മനുഷ്യനും തമ്മിലുള്ള അമാനത്തുകളാണ് നമ്മൾ എപ്പോഴും കൂടുതലും പറയാറില്ലേ. അമാനത്ത് എന്നുള്ളൊരു വാക്കുകൊണ്ട് എപ്പോഴും അർത്ഥാക്കണത്. അത് മാത്രമല്ല, അള്ളാഹുവായിട്ട് അമാനത്തുണ്ട്, നമ്മുടെ ശരീരത്തിനോട് നമുക്കൊരു ബാധ്യതയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളെ ഒരാളൊരു വിശ്വസിച്ചൊരു വസ്തു ഏൽപ്പിച്ചാൽ അത് തിരിച്ചു കൊടുക്കേണ്ട സമയമായ കൃത്യസമയത്ത് നമ്മളത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ചൊരു കാര്യം നമ്മളോട് പറയുകയാണെങ്കിൽ അത് നമ്മൾ അതിൻ്റെ ആ വിശ്വസ്തത നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്നാണ്. പലപ്പോഴും അവിടെയൊക്കെ നമുക്ക് വീഴ്ചകൾ വരാറുണ്ടല്ലേ. നമ്മളോട് ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ അടുത്ത ആളോട് പറയും, ആരോടും പറയരുത്, ഇത് ഇങ്ങനത്തെ കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ പോയി പറയും. അപ്പം അതൊക്കെ ഏറ്റവും വലിയ അമാനത്താണെന്നുള്ള കാര്യം നമ്മൾ ഓരോ സന്ദർഭങ്ങളിലും ഓർക്കേണ്ടതാണ്. പിന്നെ അള്ളാഹു പറഞ്ഞത്, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ വിധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ നിങ്ങൾ നീതി അനുസരിച്ചായിരിക്കണം അവിടെ വിധി പ്രഖ്യാപിക്കേണ്ടത്. അപ്പോൾ അവിടെ എൻ്റെ കുടുംബക്കാരനാണ്, എൻ്റെ വാപ്പയാണ്, അല്ലെങ്കിൽ എൻ്റെ സഹോദരനാണ്, അല്ലെങ്കിൽ എൻ്റെ മോനാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരിക്കലും നീതിയല്ലാത്തൊരു കാര്യം വിധി പ്രഖ്യാപിക്കരുത്. നമ്മുടെ കുടുംബത്തിനെതിരാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കെതിരാണെങ്കിൽ കൂടി ന്യായമായ രീതിയിൽ മാത്രമേ വിധി പ്രഖ്യാപിക്കാൻ പാടുള്ളൂ എന്നാണ് അള്ളാഹുവിടെ പറഞ്ഞു തരുന്നത്. നമുക്ക് ആയത്ത് നോക്കാം. ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു യഅ്മുറുക്കും, അമറാന്ന് വെച്ചാൽ എന്താ? കൽപ്പിച്ചു. അള്ളാഹിൻ്റെ ഓർഡറാണിത്, ഉപദേശമല്ല, അള്ളാഹു ഓർഡർ ചെയ്യാണ്, നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. എന്താണ്? അൻ തുഅദ്ദുൽ അമാനാത്ത്, നിങ്ങൾ അമാനത്തുകളെ നിങ്ങൾ നിറവേറ്റണം അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തു വീട്ടണം എന്ന് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. ഇലാ അഹ്ലിഹ, അവരുടെ ആളുകൾക്ക്. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഏൽപ്പിച്ച് ആ കൃത്യസമയത്ത് തന്നെ തിരിച്ചു കൊടുക്കണം എന്നർത്ഥം. ഇതാ ഹക്കംതും, ഇനി നിങ്ങൾ വിധിക്കുകയാണ്. ഹക്കമാന്ന് വെച്ചാൽ എന്താ? വിധിച്ചു എന്നാണ് അല്ലേ. അപ്പം നിങ്ങൾ ഒരു വിധിക്കുകയാണെങ്കിൽ, ഇതാന്ന് വെച്ചാൽ ഒരു സന്ദർഭം, നിങ്ങൾ എന്തെങ്കിലും ഒരു വിധി പ്രഖ്യാപിക്കേണ്ട ഒരു സന്ദർഭത്തിൽ, ബൈനന്നാസി, ജനങ്ങൾക്കിടയിൽ, അൻ തഹ്കുമു, അപ്പോൾ നിങ്ങൾ വിധിക്കുക, ബിൽ അതിൽ, നീതിപൂർവ്വം. ജനങ്ങൾക്കിടയിൽ നിങ്ങളൊരു വിധി പ്രഖ്യാപിക്കേണ്ട ഒരു അവസരം വന്നാൽ നിങ്ങൾ നീതിപൂർവ്വം നിങ്ങൾ അവിടെ വിധിക്കുക. ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു, നിഅമ്മ എന്ന് വെച്ചാൽ വളരെ നല്ലതാണ്. നിഅമത്ത് നമുക്കറിയാലോ അല്ലേ, ആ വാക്കാണ്. നിഅമ്മ, വളരെ നല്ലതാണ്. യഅ്ലുകുംബി, നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉപദേശം നൽകുന്നു. ഈ ഖുർആൻ മുഖേന അള്ളാഹു ഉപദേശം നൽകുന്ന ഈ കാര്യം നിങ്ങൾക്ക് വളരെ നല്ലതാണ്. ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു, കാന ആകുന്നു, സമീഅൻ, കേൾക്കുന്നവനാകുന്നു, ബസീറ, കാണുന്നവനുമാകുന്നു. അവിടെ ഒരു നമ്മൾ ഓർമ്മപ്പെടുത്തലാണല്ലേ, നമ്മൾ ചെയ്യണ ഏതൊരു കാര്യവും അള്ളാഹു കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ആലോചിക്കണം എന്നാണ് അള്ളാഹു പറയണത്. നമ്മളിപ്പോൾ അമാനത്തിൻ്റെ കാര്യം പറഞ്ഞു, ഒരു കാര്യത്തിൽ വിധി കൽപ്പിക്കേണ്ട കാര്യം പറഞ്ഞു. ഈ രണ്ട് സന്ദർഭങ്ങളിലും അപ്പുറത്ത് നിൽക്കുന്ന ആൾ, അയാൾ നല്ല മനുഷ്യനല്ല, ഒരു മോശം മനുഷ്യനാണെങ്കിലോ അയാൾക്കെതിരെ വിധി പ്രഖ്യാപിക്കാൻ പാടോ? ഇല്ല. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഒരു മോശക്കാരനാണ്, മുസ്ലിം അല്ലാത്തൊരാളാണ്, ഇസ്ലാമിനെതിരാണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും അയാളുടെ സ്വഭാവം, പക്ഷേ നീതി അയാളുടെ ഭാഗത്തിലാണ്. ഇതിനു മുമ്പ് അയാൾ എങ്ങനെയോ ആയിക്കോട്ടെ, ഈ ഒരു വിഷയത്തിൽ നീതി അയാളുടെ ഭാഗത്താണെങ്കിൽ നമ്മൾ അയാളുടെ ഭാഗത്ത് നിൽക്കണം, നീതിയുടെ ഭാഗത്ത് നിൽക്കണം എന്നാണ് അള്ളാഹു ഇവിടെ ഓർമ്മിപ്പിക്കണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാണ്. ഇങ്ങനെയാണ്: നിന്നെ വിശ്വസിച്ചവനെ നീ അമാനത്ത് നിറവേറ്റി കൊടുക്കുക, നിന്നെ ചതിച്ചവനെ നീ ചതിക്കരുത്. ഒരാൾ നമ്മളെ എന്തെങ്കിലും ചതിച്ചിട്ടുണ്ടെന്ന് നോക്കിയാൽ വേറൊരു അവസരം വരട്ടെ, ഞാൻ നിന്നെ ശരിയാക്കി തരാമെന്നല്ല വിചാരിക്കേണ്ടത്. അങ്ങനെ അവൻ്റെ ഭാഗത്താണ് നീതിയെങ്കിൽ നമ്മളെ ചതിച്ച ഒരാളാണെങ്കിൽ കൂടിയിട്ടും നീതിയോടുകൂടി നമ്മൾ വർത്തിക്കണം എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, കപട വിശ്വാസിയുടെ ലക്ഷണങ്ങൾ പറഞ്ഞു. അങ്ങനെ കുറച്ച് ലക്ഷണങ്ങൾ പറഞ്ഞതിൽ ഒരെണ്ണം പറഞ്ഞതാണ് വിശ്വസിച്ചാൽ ചതിക്കുക എന്നാണ് ഒരു കപട വിശ്വാസിയുടെ ലക്ഷണം. പിന്നുള്ളത് എന്താണ്? അവന് ഒരാളായിട്ട് തല്ലുപിടിച്ചു കഴിഞ്ഞാൽ അസഭ്യം പറയുക, വിശ്വസിച്ചാൽ വഞ്ചിക്കുക, പിന്നെ വായെടുത്താൽ നുണ പറയുക, എന്തെങ്കിലും സംസാരിക്കുന്നതായാലും നുണ പറയുക. ഇതൊക്കെ കപട വിശ്വാസിയുടെ ലക്ഷണമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കും ഇങ്ങനെയാണ്: ഒരു ജനതയിൽ വഞ്ചന പ്രത്യക്ഷപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു ഭീതി ഏർപ്പെടുത്താതിരിക്കുകയില്ല.
നമ്മൾ മറ്റുള്ളവരെ വഞ്ചിക്കാനായിട്ട് മുതിർന്നാലായിട്ട് നമ്മുടെ മനസ്സുകളിൽ അള്ളാഹു ഭീതി ഇട്ട് തരും എന്ന്. പിന്നെ ഒരു ജനതയിൽ എന്താണ്, വ്യഭിചാരമാണ് പ്രചരിക്കണമെങ്കിൽ, അധികമായിട്ട് വ്യഭിചാരം പ്രചരിച്ചാൽ അവരിൽ മരണം വർദ്ധിക്കാതിരിക്കുകയില്ല എന്ന്, മരണങ്ങൾ അധികം ഉണ്ടാവും. പിന്നെ ഒരു ജനത അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയാലോ അവർക്ക് ആഹാരത്തിലെ അഭിവൃദ്ധി അള്ളാഹു തടയപ്പെടും, അവര് തടയപ്പെടാതിരിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ന്യായപ്രകാരമല്ലാതെ ഒരു ജനത വിധി നടക്കുന്നതായാൽ എന്താ സംഭവിക്കുക, അവരിൽ രക്തം ചിന്തപ്പെടും. അത് എന്താണ്, യുദ്ധങ്ങൾ അല്ലെ, അങ്ങനെ പലതും ഉണ്ടാവും. പിന്നെ ഒരു ജനത കരാർ ലംഘിക്കുന്നതായാൽ അവർക്കെതിരിൽ ശത്രുവിന് അള്ളാഹു സ്വാധീനം കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഹദീസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവണം എന്താണ്, നമുക്ക് വരണ ഓരോ ബുദ്ധിമുട്ടും നമ്മളുടേതായ തെറ്റുകൾ കൊണ്ട് തന്നെയാണ് ഉണ്ടാവണത് എന്നാണ്. നമ്മളിപ്പോൾ ഈ ലോകത്ത് നോക്കുകയാണെങ്കിൽ എവിടെ നോക്കിയാലും അനീതിയും വഞ്ചനയും ചതിയും ഒക്കെ തന്നെയാണ് കാണാനുള്ളത് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നേരത്തെ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു വലിയൊരു ഹദീസിൻ്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്, മനുഷ്യൻ അന്യോന്യം ക്രയം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അമാനത്ത് നിറവേറ്റുന്ന ഒരാളുണ്ടായിരിക്കില്ല. ഒരു കച്ചവടം നടത്തണയാണെങ്കിൽ അതിൽ കൃത്യമായി വിശ്വസ്തത പാലിക്കുന്ന ആളുകൾ ഉണ്ടാവൂല എന്ന്, ഭാവിയിൽ ഉണ്ടാവൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞു വെച്ചേക്കാണ്. അങ്ങനെ അവസാനം പറയും, ഇന്ന കുടുംബത്തിൽ ഇന്നൊരാളുണ്ട്, അയാൾ വിശ്വസ്തനാണെന്ന് പറയും. ആശ്ചര്യപൂർവ്വം പറയുന്നു, കാരണം എവിടെ നോക്കിയാലും ഈ ചതിയും വഞ്ചനയൊക്കെ ഉള്ളൂ. അപ്പം ഈ വിശ്വസ്തത, അമാനത്ത് കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ വളരെ കുറച്ചുണ്ടാവുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നേരത്തെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാൻ പറ്റും, ഇപ്പോൾ ഭയങ്കര ബുദ്ധിയുള്ള ആളുകളും ഭയങ്കര സമർത്ഥന്മാരും ഒക്കെ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ വിശ്വാസവും വിശ്വസ്തതയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ വളരെ കുറച്ചുള്ളൂ എന്ന് അല്ലേ. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത് നമ്മുടെ ഇസ്ലാം ശരീഅത്തിൻ്റെ നിയമവ്യവസ്ഥയുടെ ഏറ്റവും അടിസ്ഥാനമായ കാര്യങ്ങളാണ്. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാണ്, ഹേ വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം. പിന്നെ ആരെയാണ്, റസൂലിനെ അനുസരിക്കണം. പിന്നെ നിങ്ങളിൽ നിന്നുള്ള നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ, അല്ലെങ്കിൽ നിങ്ങളുടെ അധികാരികളെ നിങ്ങൾ അനുസരിക്കണം. അപ്പം നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കൾ എന്ന് പറയാൻ കാരണം എന്താണ്, സത്യവിശ്വാസികളായ മേലധികാരികളെ നിങ്ങൾ അനുസരിക്കണം എന്നാണ് പറയണത്. പക്ഷെ നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കത് എത്രത്തോളം പ്രായോഗികമാണെന്ന് പറയാൻ പറ്റില്ല അല്ലേ. നമ്മുടെ മേലധികാരികൾ സത്യവിശ്വാസികളല്ല, അല്ലാത്തടത്തോളം അവർ പറയുന്ന നിയമങ്ങൾ നമ്മൾ അനുസരിക്കൽ ഖുർആനെയും അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും അനുസരിച്ചായിരിക്കണം. അപ്പം അള്ളാഹു പറയാണ്, ഇപ്പം നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, നിങ്ങളുടെ റസൂലിനെ നിങ്ങൾ അനുസരിക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഭരണാധികാരികളെയും നിങ്ങൾ അനുസരിക്കുക. ഇനി വല്ല കാര്യത്തിലും ഭിന്നിപ്പ് ഉണ്ടാവുകയാണ്, ഈ ഭരണാധികാരികൾ വിധിക്കണ അല്ലെങ്കിൽ പറയണ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ, ജനങ്ങളും ഈ ഭരണകർത്താക്കളും തമ്മിൽ ഒരു ഭിന്നിപ്പുണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. ആദ്യം നമ്മൾ ഖുർആനിലുള്ള കാര്യമാണോ നോക്കുക. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഭിന്നത വന്നു, ഭിന്നാഭിപ്രായം വന്നാൽ നമ്മൾ നേരെ ഖുർആനിലോട്ട് നോക്കുക. അള്ളാഹു പറഞ്ഞു തന്ന കാര്യങ്ങളിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണെങ്കിൽ ഓക്കെ, അത് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ അള്ളാഹു എന്താണോ ഖുർആനിൽ പറഞ്ഞത് അതിനാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. ഇനി ഖുർആനിൽ ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ എന്ത് ചെയ്യണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലേക്ക് നോക്കുക അല്ലേ. ഇസ്ലാമിൻ്റെ ശരീഅത്ത് അല്ലെങ്കിൽ നിയമവ്യവസ്ഥ പൂർത്തിയാകണം എങ്ങനെയാണ്, ഖുർആനും സുന്നത്തും കൂടി ചേരുമ്പോഴാണ്. ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന ആളുകളുണ്ടല്ലേ. ഒരിക്കലും എല്ലാ കാര്യത്തിനുമുള്ള ഉത്തരം നമുക്ക് ഖുർആനിൽ നിന്ന് കിട്ടണം എന്നില്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ എന്താണോ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇനി അതിലും ഇല്ലെങ്കിൽ എന്താണ്, നമ്മളിതിന് മുമ്പ് ഒരു ആയത്ത് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ, അത് ഏറ്റവും നീതിപൂർവ്വം നമ്മൾ അവിടെ വർത്തിക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചവനെ പോലെയാണ്. അവൻ അള്ളാഹുവിനെ അനുസരിച്ചു. എന്നോട് ആരെങ്കിലും അനുസരണക്കേട് ചെയ്താൽ അത് അള്ളാഹുവിനോട് അനുസരണക്കേട് ചെയ്യണ പോലെ തന്നെയാണ്. ഇനി അമീറിനെ, നമ്മുടെ നേതാവിനെ ആരെങ്കിലും അനുസരിക്കുന്നു, അവൻ എന്നെ അനുസരിച്ചു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചു എന്നാണ് പറയുന്നത്. അമീറിനോട് അനുസരണക്കേട് കാണിച്ചാൽ എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുസരണക്കേട് കാണിക്കുന്നത് പോലെയാണ്. ഈ മേലധികാരിനെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെയാണ്, അദ്ദേഹം ഒരു പരിചയമാണെന്ന്, ജനങ്ങൾക്കൊരു പരിചയമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്നിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്യണം അല്ലേ. പിന്നെ ശത്രുക്കളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്നതും ഈ ഭരണാധികാരിയാണ്. അങ്ങനെ അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ കൽപ്പിച്ചാൽ, അവൻ നീതി പ്രവർത്തിക്കുകയും ചെയ്താൽ അതിൻ്റെ പ്രതിഫലമുണ്ട്. ഈ ഭരണാധികാരി അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പറയുകയും നീതിപൂർവ്വം പ്രവർത്തിക്കുകയും ചെയ്താൽ അതിനുള്ള പ്രതിഫലം അദ്ദേഹത്തിനുണ്ട്. ഇനി അല്ല മറ്റു വല്ലതുമാണ് അവൻ പറയുന്നതെങ്കിൽ അതിൻ്റെ ബാധ്യത ഈ ഭരണാധികാരിയുടെ മേലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാണ്. ഇനി മേലധികാരിനെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെയാട്ടാ, നിങ്ങൾ ഈ നിങ്ങളുടെ അധികാരിയെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. ഈ നിങ്ങളുടെ ഭരണകർത്താവ് ഒരു ചെറിയ തലയുള്ള ഒരു നീഗ്രോ അടിമയെ പോലെയുള്ള ഒരാളാണ് നിങ്ങളുടെ മേലധികാരി ആണെങ്കിൽ കൂടിയിട്ടും അയാൾ എന്താണോ പറയണത് അത് നിങ്ങൾ അനുസരിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണത്.
ഈ അധികാരസ്ഥൻ്റെ അടുത്ത് വല്ല വ്യക്തമായ ഒരു കുഫർ കാണുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അള്ളാഹുവിനോട് എതിരെയാണ് അദ്ദേഹം പ്രവർത്തിക്കണതെന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾ അയാളുമായിട്ട് ഭിന്നിപ്പ് ഉണ്ടാവാൻ പാടുള്ളൂ എന്നാണ് പഠിപ്പിച്ചു തരണത്. മറ്റൊരു ഹദീസുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളാരും അധികാരം ഒരു പൊസിഷൻ അല്ലേ, ഒരു സ്ഥാനം നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കരുതെന്ന്. അങ്ങനെ നിങ്ങളൊരു അധികാരം ചോദിച്ചു വാങ്ങിയാൽ അതിൻ്റെ ബാധ്യത നിങ്ങളുടെ മേൽ തന്നെ ഭരമേൽപ്പിക്കപ്പെടും, അള്ളാഹുവിൻ്റെ സഹായം അതിലുണ്ടാവൂലെന്ന്. ചോദിക്കാതെ നിനക്കൊരു അധികാരം കിട്ടുകയാണ്, നമ്മൾ ആവശ്യപ്പെടാതെ നമുക്കൊരു അധികാര സ്ഥാനം കിട്ടുകയാണെങ്കിൽ അവിടെ അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറയാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കുവാനും ഒരു നീഗ്രോ അടിമ അധികാരസ്ഥനായിരുന്നാൽ നിങ്ങൾ കേൾക്കാനും അനുസരിക്കുവാനും ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. അപ്പോൾ അള്ളാഹുവിനെ അനുസരിക്കണം, നിങ്ങളുടെ അധികാരസ്ഥൻ ആരായിരുന്നാൽ പോലും അദ്ദേഹത്തെ കേൾക്കുകയും അനുസരിക്കുകയും വേണം. കാരണം എനിക്ക് ശേഷം നിങ്ങൾ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഭിന്നതകൾ നിങ്ങൾ കണ്ടേക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഭിന്നത കണ്ടാൽ നിങ്ങൾ എൻ്റെ ചര്യ പിൻപറ്റുക, അതുപോലെ തന്നെ സന്മാർഗം സിദ്ധിച്ച തൻ്റെ ഇടമുള്ള ഭരണകർത്താക്കളുടെ ചര്യയും നിങ്ങൾ പിൻപറ്റുക, അല്ലെങ്കിൽ അതനുസരിക്കുക എന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ കൈവിടാതെ സൂക്ഷിക്കുക. അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിച്ചുകൊണ്ടെങ്കിലും അതിനെ നിങ്ങൾ അനുസരിക്കുക. നല്ല ബുദ്ധിമുട്ടുണ്ടാവും ഈ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിക്കാനും അല്ലെങ്കിൽ ദീനനുസരിച്ച് മുന്നോട്ട് പോകാൻ നല്ല ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ് ഇനി അവസാനത്തേക്ക് വരണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ തന്നെ പറയുകയാണ്. പിന്നെ പുതുതായി നിർമ്മിച്ച കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം അല്ലേ. മതത്തിൽ പുത്തൻവാദികൾ എന്ന് പറയണ അല്ലെ പുതുതായി ഉണ്ടാക്കി വരണ പല ആചാരങ്ങളും ഉണ്ടാവും, അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. എന്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത പുതുതായി കൊണ്ടുവന്നാലും അതെല്ലാം അനാചാരമാകുന്നു. അപ്പോൾ നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ടതാണ് പുതുതായി മതത്തിൽ നിർമ്മിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്കത് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടാവണം അല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മൾ പഠിക്കണം. എന്നാൽ തന്നെയാണ് ഇത് പുതുതാണോ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനൊരു പ്രാർത്ഥനയുണ്ട്, തഹജ്ജുദിന് എണീക്കുമ്പോൾ അല്ലാഹുമ്മ റബ്ബ ജബറായീല വമീകായീല എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. കാരണം ജനങ്ങൾക്കിടയിൽ പലതരം ഭിന്നിപ്പുകൾ ഉണ്ടാവും. അള്ളാഹുവെ നേരായ മാർഗം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ എന്നാണ് ആ പ്രാർത്ഥനയിലുള്ളത്. അപ്പോൾ അത് നമ്മൾ ജീവിതത്തിൽ പകർത്തുക. ഇനി മറ്റൊരു സംഭവം പറയണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് ഒരു കർഷകനായ സ്വഹാബി പറയാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വരുമ്പോൾ അവിടെ ഉള്ളവർ ഈത്തപ്പനയ്ക്ക് തഅ്ബീർ ചെയ്യുക എന്നൊരു പതിവുണ്ടായിരുന്നു. തഅ്ബീർ എന്ന് വെച്ചാൽ ഈ ഈത്തപ്പഴത്തിന് നല്ലോണം കായ്ഫലം ഉണ്ടാവാനായിട്ട്, കായ്കൾ നല്ലോണം ഉണ്ടാവാനായിട്ട് ഇവർ ചെയ്യണ ഒരു പരാഗണ സങ്കലനം നടക്കാനായിട്ട് ചെയ്യണ ഒരു പരിപാടിയാണ് തഅ്ബീർ. ഒരു ഈത്തപ്പനയുടെ കൊല ചീന്തി അതിൻ്റെ നാരെടുത്തിട്ട് ചെയ്യണ ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത് ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ പരിപാടി ചെയ്തില്ലെങ്കിലും കൊള്ളാം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആളുകൾ എന്ത് ചെയ്തു? അവർ ഇങ്ങനത്തെ ഈ തഅ്ബീർ ചെയ്തില്ല. ചെയ്യാണ്ടായപ്പോൾ ആ വർഷം കായ് ഫലങ്ങൾ വളരെ കുറഞ്ഞു പോയി. അപ്പോൾ ഈ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി പറഞ്ഞു, നബിയെ താങ്കൾ അന്ന് പറഞ്ഞത് കാരണം ഞങ്ങളത് ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രാവശ്യം ഫലങ്ങളൊക്കെ ഭയങ്കര കുറവാന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്, ഞാൻ നിങ്ങളോട് മതത്തിൻ്റെ വിഷയത്തിൽ വല്ലതും കൽപ്പിച്ചാൽ നിങ്ങളത് സ്വീകരിക്കണം. നിങ്ങളോട് ഞാൻ മതത്തിൻ്റെ കാര്യത്തിലല്ലാത്ത വല്ല കാര്യത്തിലും അഭിപ്രായപ്പെട്ടാൽ നിങ്ങളത് ഞാനൊരു മനുഷ്യൻ മാത്രമാണെന്ന് മനസ്സിലാക്കണം. എനിക്കതിനെക്കുറിച്ച് ചിലപ്പോൾ അറിവില്ലാണ്ടായിരിക്കാം ഞാനത് പറഞ്ഞതെന്ന്. അപ്പം മതത്തിൻ്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞു അത് നമ്മൾ കൃത്യമായി അനുസരിക്കണം എന്നുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ എന്താണ്? പ്രവാചകനാണ്, സാധാരണ നമ്മളെ പോലുള്ള ഒരു മനുഷ്യനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും നമ്മളെ പഠിപ്പിച്ചു തരാണ് അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. നമ്മൾ ആദ്യം പറഞ്ഞത് വേദം നൽകപ്പെട്ട ആളുകളെ കുറിച്ച്, ജൂതന്മാരെ കുറിച്ചിട്ടാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ശാപം അവരുടെ മേലുണ്ട്. അള്ളാഹുവിൻ്റെ ശാപം ആർക്ക് കിട്ടിയാലും അവരെ സഹായിക്കാനായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇനി ഈ വേദക്കാർക്ക് അള്ളാഹു ഒരു അധികാരം കൊടുക്കുകയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? ജനങ്ങൾക്ക് ഒന്നും തന്നെ കൊടുക്കൂല. ഇവർക്കൊരു അധികാരമുണ്ട്, ജനങ്ങൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ കൊടുക്കാൻ അധികാരം അള്ളാഹു കൊടുത്താൽ ഇവർ ഭയങ്കര പിശുക്കന്മാരും അസൂയുള്ളവരും ആണെന്ന് അള്ളാഹു പറഞ്ഞു തരാണ്. ഇപ്പം ഇനി അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾ അസൂയപ്പെടുകയാണോ? അള്ളാഹു ഒരു അനുഗ്രഹം മറ്റൊരാൾക്ക് കൊടുത്തതിൽ നിങ്ങൾ എന്തിനാണ് ഈ അസൂയപ്പെടുന്നത്? എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രവാചകത്വം കൊടുത്തതിലുള്ള അസൂയ കാരണമാണ് അവരതിൽ വിശ്വസിക്കാത്ത അല്ലേ. അപ്പം അള്ളാഹു പറയാണ്, ഞാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിന് വേദഗ്രന്ഥവും ഹിക്മത്തും അധികാരവും കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവരുടെ പൂർവ്വപിതാക്കന്മാർക്കൊക്കെ ഇതൊക്കെ കിട്ടിയ ആൾക്കാരാണ്. അതുപോലെ തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിൽ വന്നത് തന്നെയാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നിങ്ങൾ എന്തിനാണ് ഈ അസൂയപ്പെടുന്നത്? നിങ്ങൾക്ക് അസൂയാണോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്.
ഇനി അങ്ങനെ ഈ അള്ളാഹു ഇങ്ങനെ അധികാരം ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇവരുടെ പൂർവ്വപിതാക്കന്മാർക്ക് കൊടുത്തിട്ടും അതിൽ വിശ്വസിച്ച ആളുകൾ കുറച്ചുണ്ട്, വിശ്വസിക്കാത്ത ആളുകളും ഇഷ്ടം പോലെ ഉണ്ടെന്ന് അള്ളാഹു പറയാണ്. ആ വിശ്വസിക്കാത്ത ആളുകൾക്ക് എന്തുണ്ട്, അവിശ്വാസികളായ ആളുകൾക്ക് നരകം തന്നെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു. അവർക്ക് അത് തന്നെ മതി എന്നാണ് പറഞ്ഞത് അല്ലേ. പിന്നെ പറഞ്ഞു ഈ ജൂതന്മാർ മാത്രമല്ല, അള്ളാഹുവിൻ്റെ ആയത്തുകളെ വിശ്വസിക്കാത്ത അവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു നരകത്തെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ നരകത്തിൽ എന്തുണ്ടാവും, നിങ്ങളുടെ തൊലികൾ തീരുമ്പോഴും അള്ളാഹു പുതിയ പുതിയ തൊലികൾ നിങ്ങൾക്ക് തരും. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ ആ വേദന ആസ്വദിക്കുക എന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പോൾ അള്ളാഹു നമുക്ക് അവിടെ ഒരു തരത്തിലുള്ള ഒരു സുഖമോ ഒരു ആശ്വാസമോ കുറച്ചു നേരം ഒരു റെസ്റ്റോ ഒന്നുമില്ല. അവിടെ ഈ വേദനയും ശിക്ഷയും തന്നെ ഉള്ളൂ എന്ന് അള്ളാഹു നമുക്ക് നേരത്തെ തന്നെ പറഞ്ഞു തരാണ്. പിന്നെ പറഞ്ഞു സ്വർഗത്തിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൻ്റെ ആയത്തുകളെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സ്വർഗ്ഗമുണ്ട്, താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അവിടെ നിങ്ങൾ നിത്യവാസികളായിരിക്കും. നിങ്ങൾക്ക് അവിടെ ഒരു തരത്തിലും അവിടുത്തെ നിങ്ങളുടെ സുഖാനുഭവങ്ങൾ ഒരിക്കലും മുടക്കം വരൂല എന്നാണ് നമ്മൾ പല സന്ദർഭങ്ങളിലും മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലേ. അവിടെ നിങ്ങൾക്ക് പരിശുദ്ധരായ ഇണകൾ ഉണ്ടായിരിക്കും. നിങ്ങളങ്ങനെ ശാശ്വതമായ തണലിൽ വളരെ സുഖപ്രദമായ ഒരു അനുഭവത്തിൽ നിങ്ങൾക്ക് അവിടെ കഴിഞ്ഞുകൂടാം എന്ന് അള്ളാഹു പറഞ്ഞുതരാണ്. പിന്നെ അള്ളാഹു 2 കൽപ്പനകളാണ് നമ്മളോട് അടുത്തത് പറഞ്ഞത്. നിങ്ങൾ അമാനത്തുകളെ സൂക്ഷിക്കുക. നിങ്ങൾ ജനങ്ങൾ തമ്മിലുള്ള അമാനത്തുകൾ, വിശ്വസ്തത, അള്ളാഹുവിനോടുള്ള അമാനത്ത്, സ്വന്തം ശരീരത്തിനോടുള്ള അമാനത്ത്, ഇതൊക്കെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. ഇനി നിങ്ങൾ ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിധി കൽപ്പിക്കേണ്ടി വന്നാൽ നിങ്ങൾ നീതിപൂർവമായിരിക്കണം വിധി കൽപ്പിക്കേണ്ടത്. നമ്മളുടെ വിധി അപ്പുറത്തുള്ള ഒരാൾ ഇസ്ലാമിൻ്റെ ശത്രുവായിരിക്കാം, അല്ലെങ്കിൽ താന്ന വർഗത്തിലുള്ള ആരെങ്കിലും ആയിരിക്കാം, നമുക്കിഷ്ടമല്ലാത്ത ആളായിരിക്കാം, ആരുമായിക്കോട്ടെ, നിങ്ങൾ എന്തൊരു വിധി പ്രഖ്യാപിക്കുമ്പോഴും നീതിപൂർവമായിരിക്കണം അവിടെ വിധി പ്രഖ്യാപിക്കേണ്ടതെന്ന് അള്ളാഹു പഠിപ്പിച്ചു തരാണ്. അള്ളാഹു നിങ്ങൾക്ക് ഈ ഖുറാനിലൂടെ ഏറ്റവും നല്ല കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഉപദേശം നൽകണമെന്ന് അള്ളാഹു പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഞാനിതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിധി പ്രഖ്യാപിക്കുമ്പോഴും ഇപ്പം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ അധികാരം കൊണ്ട് പലതും പ്രഖ്യാപിക്കുന്നുണ്ടാവും അല്ലേ, പല കാര്യങ്ങളും നിങ്ങൾ നേടണം. പക്ഷേ ഇതൊക്കെ ഞാൻ കണ്ടും കേട്ടും ഒക്കെ ഉണ്ട് എന്ന് അള്ളാഹു അവിടെ ഒരു ഓർമ്മിപ്പിക്കൽ ചെയ്യുന്നുണ്ട്. പിന്നെ അള്ളാഹു പറഞ്ഞു എന്താ ഏറ്റവും അടിസ്ഥാനമായ തത്വങ്ങൾ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അതുപോലെ തന്നെ റസൂലിനെ അനുസരിക്കുക, നിങ്ങളുടെ മേലധികാരികളായ സത്യവിശ്വാസികളിൽ നിന്നുള്ള നിങ്ങളുടെ മേലധികാരികളെയും നിങ്ങൾ അനുസരിക്കുക. ഇനി നിങ്ങൾ തമ്മിൽ ഈ മേലധികാരികൾ പറയണ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഭിന്നിപ്പിൽ വരികയാണ്, ജനങ്ങളും ഇതും തമ്മിൽ ഭിന്നിപ്പുണ്ടായാൽ നിങ്ങൾ ആദ്യം മടങ്ങേണ്ടത് എങ്ങടാണ്? അള്ളാഹുവിലേക്ക്, ഖുറാനിലേക്ക് മടങ്ങുക. ഖുറാനിൽ എന്താണോ അള്ളാഹു പറഞ്ഞിരിക്കുന്ന ആ കാര്യം നോക്കുക, അല്ലെങ്കിൽ റസൂല് അതിലില്ലെങ്കിൽ റസൂലിൻ്റെ ചര്യയിലേക്ക് നോക്കുക. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കണ ആളുകളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊക്കെയാണെന്നാണ് അള്ളാഹു പറഞ്ഞത്. അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതും നിങ്ങളുടെ പര്യവസാനവും ഏറ്റവും നന്നാക്കുന്നതും ഈ കാര്യങ്ങളാണ്. അള്ളാഹുവിനെ അനുസരിക്കലും പ്രവാചകനെ അനുസരിക്കലും നിങ്ങളുടെ സത്യവിശ്വാസിയായ ഒരു മേലധികാരിയെ അനുസരിക്കലുമാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ഇൻഷാ അല്ലാഹ് അപ്പോൾ നമുക്ക് അടുത്തൊരു ഓഡിയോയിൽ നോക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.